ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഇന്ന് നമുക്ക് ഒരു വെടിക്കെട്ട് പ്രകടനമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതായത് സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു റെക്കോർഡ് സ്കോറാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 256 എന്ന ഒരു വലിയ ടാർഗറ്റാണ് ഇപ്പോൾ സിംബാബ്വെക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. എല്ലാവരും തിളങ്ങിയ ഒരു മത്സരമാണ് ഇത്. സഞ്ജു സാംസൺ ഇന്ത്യക്ക് മികച്ച ഒരു തുടക്കം നൽകുന്നു. പിന്നീട് വന്ന എല്ലാവരും വെടിക്കെട്ട് പ്രകടനം നടത്തിയതോടുകൂടിയാണ് 256 എന്ന ഈ കൂറ്റൻ സ്കോറിലേക്ക് എത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളത്. 15 പന്തുകളിൽ നിന്ന് 24 റൺസ് എടുത്തുകൊണ്ടാണ് സഞ്ജു മടങ്ങിയത്. ഒരു ഫോറും 2 സിക്സറും അദ്ദേഹം നേടി. അഭിഷേക് ശർമ്മയുടെ പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട്. 30 പന്തുകളിൽ നിന്ന് 55 റൺസ് അദ്ദേഹം സ്വന്തമാക്കി. ഇഷാൻ കിഷൻ തിളങ്ങിയിട്ടുണ്ട്. 24 പന്തുകളിൽ നിന്ന് 38 റൺസ്. സൂര്യകുമാർ യാദവ് 13 പന്തുകളിൽ നിന്ന് 33 റൺസ് നേടി. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയുമുള്ള ഒരു കൂട്ടുകെട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രണ്ടുപേരും സിക്സറുകൾ കൊണ്ട് ഒരു പ്രകടനം തീർക്കുകയായിരുന്നു. 23 പന്തുകളിൽ നിന്ന് 50 റൺസാണ് ഹാർദിക് എടുത്തത്. 16 പന്തുകളിൽ നിന്ന് 44 റൺസ് എടുക്കാൻ തിലക് വർമ്മക്ക് കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും തിളങ്ങിയ ഒരു മത്സരമാണ് ഇത്. 256 റൺസിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ അതിന് സഞ്ജുവിനോട് കൂടി നന്ദി പറയേണ്ടതുണ്ട്. അതായത് പവർ പ്ലേയിൽ ഇന്ത്യക്ക് മികച്ച ഒരു തുടക്കം നൽകിയത് സഞ്ജു സാംസൺ ആണ്. ശരിയാണ്, വലിയ ഒരു സ്കോറിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സഞ്ജു അദ്ദേഹത്തിന്റെ ജോലി ചെയ്തു എന്നാണ് മുൻ ഇന്ത്യൻ താരമായ ഇർഫാൻ പത്താൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് സഞ്ജുവിനെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം ഭംഗിയായി ചെയ്തു. ഇന്ത്യക്ക് നല്ല ഒരു തുടക്കം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ തുടക്കം കാരണമാണ് ഇത്രയും വലിയ ഒരു സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞത് എന്നാണ് ഇർഫാൻ പത്താന്റെ അഭിപ്രായം. സഞ്ജു സാംസണെ അദ്ദേഹം പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ ഒരു കൂറ്റൻ വിജയം നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.